ഭൂട്ടാൻ ആഡംബര വാഹനക്കടത്തിൽ അന്വേഷണം സിനിമാ നടൻ അമിത് ചക്കാലക്കലിലേക്ക്. അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് തന്നെയാണ് കസ്റ്റംസിന്റെ അന്വേഷണം. കോയമ്പത്തൂരിലെ സംഘവുമായുള്ള അമിത്തിന്റെ ബന്ധവും അന്വേഷിക്കുകയാണ്. താരങ്ങൾക്കടക്കം വാഹനം എത്തിച്ചു നൽകുന്നത് അമിത് എന്നും അന്വേഷണ സംഘം കണ്ടെത്തി. അതേസമയം അമിത് ചക്കാലക്കൽ കസ്റ്റംസ് ഓഫീസിലെത്തി രേഖകൾ ഹാജരാക്കി. ഇവരുമായി കൊച്ചിയിൽ നിന്നും നിഷാദ് ദിലീപ് ചേരുകയാണ്. നിഷാ, ഈ കേസ് അമിത് ചക്കാലക്കൽ എന്ന നടനിലേക്കാണ് ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇടപാടുകൾ, വാഹന ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ, അങ്ങനെ സമഗ്രമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണല്ലേ? KP, അങ്ങനെ തന്നെയാണ്. ഈ ഭൂട്ടാൻ വാഹന ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ കസ്റ്റംസ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് നടൻ അമിത് ചക്കാലക്കലിനെയാണ്. കാരണം ഈ അമിത് ചക്കാലക്കലാണ് താരങ്ങൾക്കടക്കം വാഹനങ്ങൾ എത്തിച്ചു നൽകിയതെന്നുള്ള ഒരു വിവരം അന്വേഷണത്തിൽ കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, അമിത് ചക്കാലക്കലിന് ഈ വാഹനക്കടത്തുമായി, കോയമ്പത്തൂരിലെ വാഹനക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്നും കസ്റ്റംസിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനക്കടത്ത് സംഘത്തെ കണ്ടെത്താനുള്ള ഒരു നീക്കം കസ്റ്റംസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അമിതിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒരു തവണ ചോദ്യം ചെയ്തതാണ്. പിന്നീട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അമിത് ചക്കാലക്കൽ കസ്റ്റംസ് ഓഫീസിൽ ഹാജരായിരുന്നു. 99 രജിസ്റ്റർ ചെയ്ത ചില വാഹനത്തിന്റെ രേഖകൾ ഹാജരാക്കാനാണ് കസ്റ്റംസ് ഓഫീസിൽ എത്തിയതെന്നാണ് അമിത് ചക്കാലക്കൽ പറഞ്ഞത്. എന്തായാലും കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ അമിത് ചക്കാലക്കലിനോട് കസ്റ്റംസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പ്രകാരമാണ് ഇന്ന് അമിത് ചക്കാലക്കൽ കസ്റ്റംസ് ഓഫീസിൽ എത്തിയതും ഇത്തരത്തിൽ വാഹനങ്ങളുടെ രേഖകൾ ഹാജരാക്കിയതും. അതിനൊപ്പം തന്നെ ഈ ഗ്യാരേജിൽ ഉണ്ടായിരുന്ന വാഹനത്തിന്റെ 2 ഉടമകൾ കൂടി അമിത് ചക്കാലക്കലിനൊപ്പം ഇന്ന് കസ്റ്റംസ് ഓഫീസിൽ എത്തിയിരുന്നു. എന്തായാലും ഇവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് കസ്റ്റംസ് ഉള്ളത്. മാത്രമല്ല, ഈ അമിതിന്റെ ഇടപാടുകളടക്കം പരിശോധിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഇടനിലക്കാരെ അടക്കം കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പല വാഹനങ്ങൾ ഇപ്പോഴും 38 വാഹനങ്ങൾ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. 150ഓളം വാഹനങ്ങൾ ഇത്തരത്തിൽ കേരളത്തിലേക്ക് കടത്തിയതായുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനകളിൽ 38 വാഹനങ്ങൾ മാത്രമാണ് ഇതുവരെ കണ്ടെത്താനായത്. ബാക്കി വാഹനങ്ങൾക്കായുള്ള അന്വേഷണം നടക്കുകയാണ്. ഒപ്പം തന്നെ ഈ വ്യാജ മേൽവിലാസവുമുള്ള ഒരു വാഹനം, ലാൻഡ് ക്രൂസർ വാഹനമാണ്. അത് കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് ഫസ്റ്റ് ഓണർ വാഹനമാണ്. അത് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ഈ ഓണറെ സംബന്ധിച്ചുള്ള കാര്യത്തിലും ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഓണർ ഒരു അസം സ്വദേശിയായ മാഹിൻ അൻസാരിയാണ് എന്നാണ് ഇതിന്റെ RC ഇതിൽ അടയാളപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഈ വിലാസം വ്യാജമാണ് എന്ന് കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ എഞ്ചിനിൽ നടത്തിയ പരിശോധനയിൽ മൂവാറ്റുപുഴ സ്വദേശിയായ മാഹിൻ അൻസാരിയാണ് എന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മൂവാറ്റുപുഴ സ്വദേശിയായ മാഹിൻ അൻസാരിക്ക് കസ്റ്റംസ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി സമൻസ് അയച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഭൂട്ടാൻ വാഹനക്കടത്തുമായുള്ള ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് നിലവിൽ അമിത് ചക്കാലക്കലിലേക്കാണ്. കൂടുതൽ അന്വേഷണം മറ്റുള്ളവരിലേക്കും ഉടൻ തന്നെ വ്യാപിക്കുമെന്ന സൂചനകളാണ് കസ്റ്റംസ് നൽകുന്നത്. അമിത് ചക്കാലക്കൽ, ഒപ്പം തന്നെ കോയമ്പത്തൂർ ബേസ് ചെയ്തിട്ടുള്ള ഇടനിലക്കാർ, ഇവരെ കേന്ദ്രീകരിച്ചൊക്കെയുള്ള അന്വേഷണമാണ് കസ്റ്റംസ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും അമിത് ചക്കാലക്കലിനെ കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും കസ്റ്റംസ് അറിയിച്ചിട്ടുണ്ട്. KP.